ഏവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഗസയിലെ യുദ്ധം അവസാനിച്ചു. ഹമാസിന് ഗസയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നതോടെ വിധി തികച്ചും പ്രതികൂലമാകുന്നത് ഇസ്രായേലുമായി സഹകരിച്ച ഗാസയിലെ തീവ്ര സംഘടനയായ യാസർ അബു ഷബാബിനും ഗാസയിലെ മറ്റ് ഇസ്രായേൽ അനുകൂല സംഘടനകൾക്കുമാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. 2 കൊല്ലമായി ഗാസയിലെ നിരപരാധികളായ സാധാരണക്കാർ അനുഭവിക്കുന്ന പട്ടിണിക്കും അവരുടെ മേൽ ബോംബുകൾ വർഷിച്ച് കൂട്ടക്കൊല നടത്താൻ ഇസ്രായേലിനെ സഹായിച്ചിരുന്ന ഗാസയിലെയും പലസ്തീൻ്റെ മറ്റു പ്രദേശങ്ങളിലെയും ഒറ്റുകാരായ പലസ്തീൻ വിരുദ്ധ സംഘാംഗങ്ങളെ തിരഞ്ഞ് ഹമാസ് ഇന്നലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ചിലരെ പിടികൂടി പരസ്യമായി വെടിവെച്ച് കൊല്ലുകയും മറ്റു ചിലരുടെ കൈകാലുകൾ തല്ലിയൊടിച്ചും വെട്ടിനുറുക്കിയും ഉപയോഗശൂന്യമാക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹമാസ് പ്രധാനമായും തിരയുന്നത് പോപ്പുലർ ഫോഴ്സസ് എന്ന ഗ്രൂപ്പിന്റെ തലവനായ യാസർ അബു ഷബാബിനെയാണ്. ഗാസയുടെ തെക്കൻ ഭാഗത്ത് ഈജിപ്തിന്റെ അതിർത്തിയോട് ചേർന്ന റാഫയിലെ അൽ ബയൂക്ക് എന്ന പ്രദേശം കേന്ദ്രീകരിച്ചാണ് യാസർ അബു ഷബാബ് സംഘം പ്രവർത്തിക്കുന്നത്. ഏത് നിമിഷവും ഹമാസിന്റെ പിടിയിൽ അകപ്പെടാനുള്ള സാധ്യതയാണ് ഇയാൾക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഇതിനകം തന്നെ ഈ രാജ്യദ്രോഹി പലസ്തീൻ വിട്ടിട്ടുണ്ടാവും എന്ന പ്രചാരണവുമുണ്ട്. ഇനി അഥവാ പിടികൂടിയാൽ ഈ ഭീകരന്റെയും സംഘാംഗങ്ങളുടെയും മരണം അത്യന്തം ദാരുണമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ജൂത സൈന്യത്തെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ പ്രതിരോധ വിഭാഗമായ ഷിൻബെറ്റുമായി സഹകരിച്ച് ഗാസയിലെ ഹമാസിന്റെ പ്രവർത്തനങ്ങളും ഹമാസുമായി സഹകരിക്കുന്ന ഗാസയിലെ കുടുംബങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ജൂത സൈന്യത്തിന് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് ഈ രാജ്യദ്രോഹികളുടെ സംഘമാണ്. ഹമാസിനെ പൂർണ്ണമായി നശിപ്പിച്ചോ കീഴടക്കിയോ അല്ലാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ജൂത സൈന്യത്തിന്റെ വാക്കിൽ വിശ്വസിച്ചാണ് പിറന്ന നാടിനെ ഒറ്റുകൊടുക്കാൻ ഈ സംഘം തയ്യാറായിട്ടുള്ളത് എന്നോർക്കണം. ഗാസയിൽ ഇസ്രായേൽ സൈന്യവുമായി സഹകരിക്കുന്ന ആർക്കും ഇസ്രായേലിൽ അഭയം കൊടുക്കില്ലെന്നും അവരുടെ വിധി സ്വയം നേരിടണമെന്നും ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ഈ രാജ്യദ്രോഹികളുടെ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. ഹമാസിനെതിരെ പോരാടാൻ സൈന്യം ആരെയും നിർബന്ധിച്ചിട്ടില്ലെന്നും അവരുടെ തീരുമാനങ്ങളുടെ അനന്തരഫലങ്ങൾ അവർ തന്നെ വഹിക്കണമെന്നുകൂടി ജൂത സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഷിൻബെറ്റുമായി സഹകരിച്ചുള്ള അബു ഷബാബിന്റെ പ്രവർത്തനം ഇസ്രായേൽ സൈന്യത്തിൽ ആൾനഷ്ടം കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് IDF തന്നെ സമ്മതിക്കുന്നുണ്ട്. ഗാസയിൽ പ്രവേശിച്ച ജൂത സൈന്യത്തിന്റെ ഹമാസിന്റെ ഒളിപ്പോർ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ സംഘം നൽകുന്ന വിവരങ്ങൾ വളരെയധികം ഗുണവും ചെയ്തിട്ടുണ്ട്. ഇവരുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഇസ്രായേലി സൈനികരെ ആക്രമിക്കാൻ ഹമാസ് തയ്യാറാകുമ്പോൾ അപ്രതീക്ഷിതം എന്ന പോലെ മുന്നിൽ കടന്നു വന്ന് ജൂത സൈനികരെ ആക്രമിക്കുന്നതിൽ നിന്നും മറ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഹമാസിന്റെ ലക്ഷ്യം തെറ്റിക്കുകയായിരുന്നു. പലസ്തീനികളെന്ന് കരുതി ഇവരുടെ മറയെ ഹമാസ് സംശയിച്ചിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ജൂത പട്ടാളക്കാരാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത്. തന്നെയുമല്ല, തീവ്രമായി പട്ടിണി കിടക്കുന്ന ഗസക്കാർക്ക് ഭക്ഷണം നൽകാൻ പോരാടിയിരുന്ന സന്നദ്ധ സംഘടനകളുടെ ശ്രമഫലമായിട്ട് സഹായ ട്രക്കുകൾ ഗസയിലേക്ക് കടന്നു വരുമ്പോൾ അതിലെ സാധനങ്ങൾ കൊള്ളയടിക്കുക, വിതരണം തടസ്സപ്പെടുത്തുക, സാധാരണക്കാർക്ക് നേരെ വെടിയുതിർക്കുക, ഗാസയിലെ സിവിൽ ജീവിതത്തിന്റെ തകർച്ച വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ പുനർനിർമ്മാണത്തിനുള്ള എല്ലാ സാധ്യതകളും ആസൂത്രിതമായി നടപ്പാക്കുക എന്നിവയായിരുന്നു ഈ സംഘങ്ങളെ ഈ ഇസ്രായേൽ ജൂത സൈന്യം ഏൽപ്പിച്ചിരുന്നത്. അതായിരുന്നു ഇവർക്ക് നൽകിയിരുന്ന ദൗത്യവും. ഹമാസിന്റെ മേലുള്ള സിവിലിയൻ സപ്പോർട്ടിനെ തകർക്കാനും ഗാസയെ വാസയോഗ്യമല്ലാതാക്കാനുമായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടുതലായി നടന്നുകൊണ്ടിരുന്നത്. ഇതിന് തുച്ഛമായ തുകയാണ് ഇവർക്ക് ഇസ്രായേലിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്നത് എന്നും ഓർക്കണം. പകരം ഇവന്മാർക്ക് കിട്ടിയിരുന്നത് കൊള്ളയടിക്കുന്ന സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോകാനും ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കാനുമൊക്കെ സൈന്യം ഈ സംഘത്തെ നേരത്തെ ഇറാഖിൽ പ്രവർത്തിച്ചിരുന്ന മൊസാദിന്റെ സൃഷ്ടിയായിരുന്ന ISISുമായി അബു ഷബാബിന് ബന്ധമുള്ളതായിട്ട് തെളിഞ്ഞിട്ടുമുണ്ട്. ഇവന്മാരെല്ലാം മൊസാദിന്റെ പണം വാങ്ങിക്കൊണ്ട് ഈ ജൂതരെ സഹായിച്ച് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിനെ സഹായിച്ചു കൊണ്ടിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം കൊല്ലപ്പെടേണ്ടി വരുവാണ്. തന്നെയുമല്ല, ഇവന്മാർക്കെല്ലാവർക്കും മയക്കുമരുന്ന് വ്യാപാരം, കള്ളക്കടത്ത്, കൊലപാതകങ്ങൾ, അതുപോലെ ബലാത്സംഗം, അങ്ങനെ ഒരുപാട് ലൈംഗിക കുറ്റകൃത്യങ്ങളും ഇവരുടെ പേരിലുണ്ട്. ഈജിപ്ഷ്യൻ അതിർത്തി വഴി കടത്തിക്കൊണ്ടുവരുന്ന ആയുധങ്ങളാണ് ഇവന്മാർ കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത്. ഈ കള്ളക്കടത്ത് ആയുധങ്ങൾ ഈജിപ്തിലൂടെ കടത്തിക്കൊണ്ട് വന്നിട്ട് ഇവന്മാർ അതാണ് ധരിച്ചിങ്ങനെ നടക്കുന്നത്. തന്നെയുമല്ല, ഹിസ്ബുള്ളയിൽ നിന്നും വെസ്റ്റ് ബാങ്കിലെ ഹമാസിൻ്റെ ചില ബങ്കറുകളിൽ നിന്നൊക്കെ ഈ ജൂത സൈന്യം പിടിച്ചെടുത്ത ആയുധങ്ങൾ ഇവർക്ക് സൗജന്യമായിട്ട് നൽകുകയും ചെയ്യായിരുന്നു. കാരണം ഇതിന് വലിയ കാര്യമായ പവറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇസ്രായേലിൽ നിന്നൊന്നും ആവശ്യമില്ല. അത് ഇങ്ങനെയുള്ള സംഘങ്ങൾക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തത്. ശരിക്കും യുദ്ധ സാഹചര്യത്തെ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഹമാസിനോടുള്ള വിരോധത്തിൽ ഗസയ്ക്ക് പരമാവധി നാശം വരുത്താൻ ഇവർ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം.
16 മാസമായിട്ട് ഞങ്ങൾ അബു ഷബാബ് സംഘത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ഹമാസ് പറയുന്നത്. എന്നിട്ടും അവർ പിന്മാറിയിട്ടില്ല. ഇനി അവരുടെ സമയം അവസാനിച്ചിരിക്കുന്നു. ഒന്നുകിൽ കീഴടങ്ങുക, അതല്ലെങ്കിൽ മരണം വരിക്കുക എന്ന നിർദ്ദേശമാണ് ഹമാസ് ഇപ്പോൾ ഇവന്മാർക്ക് നൽകിയിട്ടുള്ളത്. ഇനി അഥവാ കീഴടങ്ങിയാൽ പോലും ഇവന്മാർക്കൊന്നും രക്ഷയുണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവന്മാരെല്ലാം തലവന്മാരെ ഹമാസ് തീർച്ചയായും കൊല്ലും. ബാക്കി സംഘത്തിൻ്റെ അംഗങ്ങളെ കൈയും കാലും എല്ലാം തല്ലി ഒടിച്ച് അല്ലെങ്കിൽ വെട്ടിമുറിച്ച് ഇവന്മാരെ വികലാംഗരായിട്ട് മാറ്റുകയും ചെയ്യുക. ഒരിക്കലും ഇവന്മാരിന് പണിയെടുത്ത് തിന്നരുത്. അതാകും ഹമാസിന് ചെയ്യാൻ പോകുന്നത്. ഇവർക്ക് അത് പോരാ, അതിൽ കൂടുതലായി ശിക്ഷ കൊടുക്കണം എന്നാണ് അഭിപ്രായം. അതുകൊണ്ട് ഇവരിപ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനായിരിക്കണം. എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റുന്നില്ല. മുന്നോട്ട് പോകാൻ യാതൊരുവിധ മാർഗവുമില്ല. ഇവന്മാർ കരുതിയിരുന്നത് ഇസ്രായേല് ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി ഗസ പുതിയ ഭരണം ഏറ്റെടുക്കുമ്പോൾ ഉമ്മാർക്ക് ഭരണത്തിലൊക്കെ ഒരു പങ്കുണ്ടാകും എന്നൊക്കെ കരുതിയാണ് ഇത്രയധികം പരസ്യമായിട്ട് ഈ ജൂതരെ സഹായിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതെല്ലാം ഇപ്പോൾ വെള്ളത്തിലായിരിക്കുകയാണ്. ഇസ്രായേൽ 2 കൊല്ലമായിട്ട് പോരാടിയിട്ടും ഹമാസിനെ ജയിക്കാൻ കഴിയാതെ അവന്മാർ തന്നെ ഇവിടുന്ന് തടി ഉരിക്കൊണ്ട് പോകുമായിരുന്നു. അപ്പോഴാണ് ഈ കൊള്ളക്കാരെ ഇസ്രായേലിൽ സംരക്ഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് അവനും ചെയ്തിട്ടുള്ള ഫലം അവർ തന്നെ അനുഭവിക്കുക. അവരും ചിന്തിക്കുമല്ലോ ഉമ്മാരെല്ലാം നാടിനെ വെട്ടിക്കൊടുക്കുന്നവന്മാരാണ്, ഉമ്മാരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉമ്മാരുടെ എല്ലാം മരണം വലിയ താമസം ഉണ്ടാവില്ല. വരും ദിവസങ്ങളിൽ നമുക്കത് കേൾക്കാൻ കഴിയും. ഇസ്രായേലിനോട് പോരാടി വിജയം നേടിയതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഗസയിൽ മാത്രമല്ല പലസ്തീൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ കൂടി ഹമാസ് ആധിപത്യം സ്ഥാപിക്കും എന്ന മുന്നറിയിപ്പാണ് പല വാർത്താ സ്രോതസ്സുകളും നൽകുന്നത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.